നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി, എന്തു പറ്റി? ഒന്നുമില്ല. കള്ളം പറയണ്ട, ഞാനൊരു പോലീസുകാരനാ, കണ്ടുപിടിക്കും. പറയ, എന്തു പറ്റി? എനിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണോ? കേട്ടില്ലേ, മുത്തശ്ശി എന്റെ അമ്മയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. ദേവമ്മ തന്റെ അമ്മ മാത്രമല്ലല്ലോ, എന്റെ അമ്മയല്ലേ. ദേവമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ സങ്കടപ്പെടുകയല്ലല്ലോ, സന്തോഷിക്കുകയല്ലേ വേണ്ടത്. എനിക്കെങ്ങനെ സന്തോഷിക്കാനാവും? എന്റെ അച്ഛനും അമ്മയും ഒന്നിക്കണം, എന്നാലേ എനിക്ക് സന്തോഷിക്കാനാവും. അതിനൊന്നും മുത്തശ്ശി ഒരിക്കലും സമ്മതിക്കില്ല. ആ ചാപ്റ്റർ പണ്ടേ മുത്തശ്ശി ക്ലോസ് ചെയ്തതാ. ഒരു തെറ്റ് പറ്റിപ്പോയതിന് ഇത്രയും വലിയ ശിക്ഷ വേണോ ACP? ഇതിത്തിരി കട്ടിയാ, ഒരു ദയവൊക്കെ കാണിക്കേണ്ടതാ. ഒന്നുമില്ലെങ്കിലും മാപ്പ് ചോദിച്ച ആളല്ലേ എന്റെ അച്ഛൻ. ഈ മുത്തശ്ശിയുടെ ഹൃദയം ഇത്ര കല്ലാണോ? ഇക്കാര്യത്തിൽ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയെ നീ പ്രതീക്ഷിക്കണ്ട. എന്റെ വല്യമാവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. ചില വലിയ തെറ്റുകളിൽ നിന്ന് വലിയ ശരികളും ഉണ്ടാവും. മനസ്സിലായില്ല? എന്റെ അച്ഛൻ ചെയ്ത വലിയ തെറ്റിന്റെ ഫലമാ ഈ നിൽക്കുന്ന ഞാൻ. എന്താ ചിരിക്കുന്നേ? അപ്പോ മീനാക്ഷി ഒരു വലിയ തെറ്റാണല്ലോ എന്ന് ഓർത്ത് ചിരിച്ചു പോയതാ. ഞാനൊരു വലിയ തെറ്റാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച? അത് നമുക്കൊക്കെ ഓർക്കാപ്പുറത്ത് ചില ആക്സിഡന്റ് പറ്റില്ലേ? ട്രെയിനിന്റെ മുന്നിൽ തല വെച്ചതുപോലെ ആയിപ്പോയി എന്റെ ഈ കല്യാണം. അയ്യേ, കാന്താരി മുളക് കരയുന്നോ? നിന്റെ ഈ കരച്ചിലൊക്കെ കാണാൻ വേണ്ടി ഞാൻ വെറുതെ കളിയാക്കിയതല്ലേ. കരയല്ലേ കുട്ടാ. കുട്ടനോ? ഞാൻ കുട്ടനും ചട്ടനും ഒന്നും അല്ല. എന്നാ നീ എന്റെ തക്കുടുവാവ. റൊമാൻസ് വരുമ്പോ ഈ ACPക്ക് ചീപ്പ് വേർഡുകളാണല്ലോ വരുന്നേ. കുട്ടൻ, പൊട്ടൻ, തക്കുടുവാവ. അയ്യേ, കാക്കിയിട്ടവർക്ക് കവിത വരാൻ പാടാ. അയ്യോ, നോക്കെന്റെ ഗുണ്ടുമുളക്. നിന്നെ ഒരു 2 വർഷം മുമ്പ് കണ്ടുമുട്ടാത്തതില്ലേ ഞാനിപ്പോ വല്ലാതെ സങ്കടപ്പെടുക. അതെന്തിനാ? 2 വർഷം മുമ്പ് ഞാൻ എന്റെ മുറപ്പെടിനെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ മൈഥിലി എന്ന അപകടത്തിൽ നിന്നും ഞാൻ ഒഴിവാകുമായിരുന്നു. മൈഥിലി ഉണ്ടായിരുന്നതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് എനിക്കൊരു അമ്മയാവാൻ പറ്റിയില്ലേ? എന്റെ മീനാക്ഷി, ഒരു കാര്യത്തിനും കരയാൻ പാടില്ല. ദേവമ്മയും വല്യമ്മാവനും ഒന്നാവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ മതി. നന്ദിനിക്ക് മറ്റൊരു വിവാഹം ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. നന്ദിനിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് നിങ്ങൾ അറിയുന്ന ആള് തന്നെയാ, ഗിരീഷ് നമ്പ്യാർ.
വച്ചിട്ടുണ്ട്. ആ, വളരെ സന്തോഷം. നന്ദിനി, നന്ദിനിയോ? കല്യാണം കഴിച്ച അന്ന് മുതൽ നന്ദിനി എനിക്ക് ദേവിയായിരുന്നു. ഇനിയിപ്പോ ഞാൻ ദേവി എന്ന് വിളിക്കുന്നത് ശരിയല്ലല്ലോ. എന്നെ സംബന്ധിച്ചിപ്പോ ആ ദേവി എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നഷ്ടപ്പെടുത്തിയത് ഞാൻ തന്നെയാണ്. എന്റെ തെറ്റ്. ആ തെറ്റിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു കഴിഞ്ഞു. കനകം കയ്യിലിരിക്കുമ്പോ കാക്കപ്പൊന്ന് തേടിപ്പോയ ഒരു മണ്ടന ഞാൻ. വിശ്വസിച്ചവരെ ചതിക്കുമ്പോൾ ഓർക്കണം, കണക്കെഴുതി സൂക്ഷിച്ച് കാലം കാത്തിരിപ്പുണ്ടെന്ന്. കാലം എനിക്കെല്ലാം തിരിച്ചു തരികയാണ്. കരയിപ്പിച്ചതിനുള്ള പ്രതിഫലം. ആ, പുതിയൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന നന്ദിനിക്ക് എൻ്റെ വിവാഹ മംഗളാശംസകൾ. ദൈവം രണ്ടുപേരെയും വേണ്ടുവോളം അനുഗ്രഹിക്കട്ടെ. ആം, കല്യാണ ചടങ്ങുകൾക്കൊന്നും ഞാൻ ഉണ്ടാവില്ല. മനഃപൂർവ്വമല്ല. ഞാൻ നിന്ന സ്വാഭാവികമായും ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. നന്ദിനി പൊയ്ക്കോ. ഇനി എന്നെ കാണാൻ വരരുത്. ഇതൊരു അപേക്ഷ. നിങ്ങൾക്കിപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല. ഒരു യുഗം തപസ് ചെയ്താലും നിങ്ങൾക്ക് എന്റെ മനസ്സ് മനസ്സിലാവുകയില്ല. ആശംസകൾ നേർന്നാല് സന്തോഷം. ഞാനത് അംഗീകരിച്ചിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.